എന്താണ് ജ്ഞാനം, എന്താണ് വിവേകം? ജ്ഞാനത്തിൽ കൂടിയാണ് വിവേകം വരുന്നത്. നിങ്ങൾ ജ്ഞാനവും വിവേകവും വർദ്ധിപ്പിച്ചു തരണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ കാര്യം, വിവേകം എന്ന് പറയുന്നത് മാനുഷികവുമാകാം ദൈവികവുമാകാം. എന്നാൽ ജ്ഞാനം, പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പരിജ്ഞാനത്തിൽ കൂടിയാണ് വിവേകത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ശരി തെറ്റുകൾ ഏതെന്ന് വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനബുദ്ധി, ശരിയിൽ തന്നെ ശരികേടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം, അതാണ് ആദ്യം ലഭിക്കേണ്ടത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നൊരു ജ്ഞാനമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് നിർമ്മലതയും പിന്നെ സമാധാനവും സാവധാനതയും ഉള്ളതാണ്. അങ്ങനെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിപ്പാനായിട്ട് കർത്തൃസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവരാകുന്നു എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഓരോ ദിവസവും കഴിയുന്തോറും നിന്നിലേക്ക് വന്നണയുവാനാണെന്ന് ബോധ്യമില്ലാതെ എൻ്റെ ബലഹീനതകളെ ന്യായീകരിക്കുന്നതിൽ എന്നെ വിടുവിക്കണമേ. കർത്താവെ, ഓരോ ദിവസവും ഓരോരോ പാപങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അകന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഒന്നും സാധ്യമാകുന്നില്ല എന്നതോർത്ത് എൻ്റെ ഉള്ളം ചഞ്ചലപ്പെടുന്നു. കർത്താവെ, എൻ്റെ ബലഹീനതയിൽ നിന്റെ ശക്തി തെളിഞ്ഞ് ഞാനതിനെ ധൈര്യത്തോടെ തോൽപ്പിക്കുകയും പിന്നീട് ഒരിക്കലും അതെന്നെ വേട്ടയാടാതെ വണ്ണം എന്നെ ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവെ, അതിനായി ഞാൻ ഇപ്പോൾ തീരുമാനമെടുക്കുന്നു. നിന്റെ രഹസ്യങ്ങളെ എന്നിലേക്ക് പകർന്നു തരണമേ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിനെ നേരിടുവാൻ സാധിക്കുന്നില്ല. വിവിധ തരങ്ങളിലുള്ള പാപത്തിൻ്റെ ബന്ധനത്തിൽ ഞാൻ പോലും അറിയാതെ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. അത് സൂക്ഷ്മമായി കാണുവാൻ സൃഷ്ടാവായ ദൈവമേ, അവിടത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളല്ലോ. രുചിഭേദങ്ങളുടെ കെണിയിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. നിന്റെ കണ്ണ് നിന്നെ കിളർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്ന എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണിനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നിനക്ക് നല്ലത് എന്ന് അരുളി ചെയ്തവനെ, എൻ്റെ ശരീരത്തിന് ഇടർച്ച വരുത്തി എന്നിലെ സ്വർഗരാജ്യത്തെ തകർക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും നിന്റെ കുരിശിനാൽ ഞാൻ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തുവിനോടുള്ള ലഹരിയിൽ ഞാൻ മതിമറക്കുമാറാകണമേ. കർത്താവെ, നിന്റെ കൃപയിലും കരുണയിലും ഞാൻ ആശ്രയിക്കുന്നു. ഭാവിയായ എന്നോട് കരുണ ചെയ്ത് എൻ്റെ സ്വേച്ഛ വിചാരങ്ങളെയും ലോക രുചികളെയും ഞാൻ ജയിക്കുമാറാകണമേ. ആമീൻ.